ചിത്രം സ്ട്രീം ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചീഫ് സെക്രട്ടറിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് എൻ പ്രശാന്ത് IAS തന്റെ സസ്പെൻഷന് പിന്നിൽ നടന്ന കാര്യങ്ങൾ പുറത്തുവിടുമെന്നും ആരെ തിരുത്തിയെന്ന ഫയൽ പുറത്തുവിടുമ്പോൾ വ്യക്തതയാകുമെന്നും എൻ പ്രശാന്ത് പോസ്റ്റിലൂടെ അറിയിച്ചു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ മുൻപും തന്റെ ഫേസ്ബുക്കിലൂടെ വിമർശനാത്മകമായ പോസ്റ്റ് ഇട്ടതിലൂടെയാണ് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എൻ പ്രശാന്തിന്. തുടർച്ചയായിട്ട് ഈ ജയതിലകിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയതിനു ശേഷവും ജയതിലകിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തി എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നത്, തന്റെ സസ്പെൻഷന് പിന്നിൽ നടന്ന കാര്യം താൻ അറിഞ്ഞു, അത് വിവരാവകാശ പ്രകാരം അതിന്റെ മറുപടി തനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യം കൂടി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആരെങ്കിലും നിർബന്ധിച്ചാൽ ആ വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടികളും ഫയലിലെ പ്രസക്ത ഭാഗങ്ങളും പൊതുജന സമക്ഷം വെക്കാം എന്നുള്ള കാര്യവും എൻ പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും നിർബന്ധിച്ചാൽ അക്കാര്യം താൻ പറയാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ചീഫ് സെക്രട്ടറിക്കെതിരെയുള്ള വലിയ വിമർശനങ്ങൾ തന്നെയാണ്. ചീഫ് സെക്രട്ടറിക്ക് പ്രത്യേക നിയമ പരിരക്ഷ ലഭിക്കുന്നു എന്നുള്ള വിമർശനം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്ത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, ജയതിലകിന് മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഈ നിയമ പരിരക്ഷ എന്നുള്ള വിമർശനമുണ്ട്. ഫേസ്ബുക്കിൽ എന്നെ പറ്റി നല്ലത് എഴുതാവൂ അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ ഉപദ്രവിക്കും എന്ന ഒരു പ്രത്യേക പവർ ജയതിലകിനുണ്ട് എന്നുള്ള വിമർശനം എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉയർത്തുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു തൊഴിൽ മേഖലയിലും ലഭിക്കാത്ത തിരുവായ്ക്ക് എതിർവായില്ലായ്മ എന്ന അവസ്ഥ, അത് ഡോക്ടർ ജയതിലകിന് പതിച്ചു നൽകിയത് ആരാണ് ഉത്തരവിറക്കിയത്, ഫയലിൽ ആര് എങ്ങനെ എന്തെഴുതി, അറിവ്, വിദ്യാഭ്യാസം, നീതിബോധം, സത്യസന്ധത, ആർജവം, ഇതൊക്കെ ഫയലിൽ വാരി വിതറുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള കുറച്ചധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശന ഫേസ്ബുക്ക് പോസ്റ്റാണ് എൻ പ്രശാന്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മറ്റൊരു സൂചന മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തന്റെ സസ്പെൻഷന് പിന്നിലെ വ്യക്തമായിട്ടുള്ള കാരണം ഉടനെ ഒരുപക്ഷെ പ്രശാന്ത് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 7 മാസത്തോളമായി സസ്പെൻഷനിൽ കഴിയുകയാണ് എൻ പ്രശാന്ത്. അതിനിടയിൽ മുൻ ചീഫ് സെക്രട്ടറി ഹിയറിംഗിന് ഉൾപ്പെടെ എൻ പ്രശാന്തിനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുവരെ ഇല്ലാത്ത പല നിബന്ധനകളും എൻ പ്രശാന്ത് മുന്നോട്ട് വെക്കുന്നതും അതൊക്കെ ചീഫ് സെക്രട്ടറി തള്ളുന്നതും ഒക്കെ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതിന് പിന്നാലെ വലിയ വിമർശനം താൻ ഉയർത്തിയ വ്യക്തി തന്നെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം എൻ പ്രശാന്ത് വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്തായാലും സസ്പെൻഷന് കാരണമായിട്ടുള്ളവ അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ മറ്റോ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എൻ പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്ത് ഉയർത്തിയിരിക്കുന്നത്. ശരി സൂര്യഗായത്രി, ചീഫ് സെക്രട്ടറിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട എൻ പ്രശാന്ത് IAS തന്റെ സസ്പെൻഷന് പിന്നിൽ നടന്ന കാര്യങ്ങൾ പുറത്തുവിടുമെന്നും ആരെ തിരുത്തിയെന്ന ഫയൽ പുറത്തുവിടുമ്പോൾ വ്യക്തമാവുമെന്നും എൻ പ്രശാന്ത് പോസ്റ്റിലൂടെ അറിയിച്ചു. കാസർകോട് കുമ്പളയിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് വിദ്യാർത്ഥി സംഘർഷത്തിൽ കലാശിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളും +1 വിദ്യാർത്ഥികളും